ഈശോ നടന്നെടുക്കുന്നതിന് തൊട്ടു മുമ്പുള്ള നിമിഷങ്ങൾ. കർത്താവേ, നീ എന്റെ കാൽ കഴുകുകയോ? ഞാൻ ചെയ്യുന്നത് എന്തെന്ന് അവസാന അത്താഴം. മാനവരക്ഷയുടെ വഴിയിലേക്ക്, കാൽവരിയുടെ നെറുകയിലേക്ക് ഈശോ നടന്നെടുക്കുന്നതിന് തൊട്ടു മുമ്പുള്ള നിമിഷങ്ങൾ. കർത്താവേ, നീ എന്റെ കാൽ കഴുകുകയോ? ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. നീ ഒരിക്കലും എന്റെ പാദം കഴുകരുത്. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. കർത്താവേ, എങ്കിൽ എന്റെ പാദങ്ങൾ മാത്രമല്ല, കരങ്ങളും ശിരസും കൂടി കഴുകണമേ. കുളി കഴിഞ്ഞവന്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ. അവൻ മുഴുവൻ ശുചിയായിരിക്കും. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത്, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. ഇത് സ്വീകരിക്കുക, ഇത് എന്റെ ശരീരമാണ്. ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എന്റെ രക്തമാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഞാനിത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുകയില്ല. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. സിഹിയോനിലെ ഈ മേശയിൽ നിശബ്ദതയിൽ തിരിതെളിഞ്ഞപ്പോൾ 12 ഹൃദയങ്ങൾ യേശുവിൽ ഒന്നായി. നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വന്തം ശരീരവും തിരുരക്തവും ശിഷ്യന്മാർക്ക് പകുത്തു നൽകിയ അവസാന വിരുന്ന്. നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ആധാരമായ വിശുദ്ധ കുർബാന സ്ഥാപിതമായ അനുഗ്രഹീത നിമിഷങ്ങൾ. ഈ ഏറ്റവും പരിപാവനമായ താഴത്തിൽ പങ്കുചേരാൻ ഞങ്ങളെ വിളിച്ച ദൈവമേ, അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും രൂപത്തിൽ ക്രിസ്തുവിന്റെ യഥാർത്ഥ ശരീരവും രക്തവും വിശുദ്ധ കുർബാനയിലൂടെ സ്വീകരിക്കുവാൻ, അതുവഴി നിന്റെ യാഗബലിയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈ ലോകപാപങ്ങളിൽ ഞങ്ങൾ വീണുലയുമ്പോൾ ഞങ്ങളുടെ കൊച്ചു ജീവിതങ്ങളെയും വീണ്ടും നീ സിഹിയോനിലെ മേശയിലേക്ക് നയിക്കണമേ. പകുത്തു നൽകാനും പകർന്നു കൊടുക്കാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഈശോ യേരു
വാഴ്ത്തി വാഴ്ത്തി പാടാം. പെസഹമൊരുക്കിയ ദൈവത്തെ വാഴ്ത്തിടാം, മണ്ണിലിറങ്ങിയ ദൈവത്തെ വാഴ്ത്തിടാം, രക്ഷയൊരുക്കിയ ദൈവത്തെ വാഴ്ത്തിടാം, വാഴ്ത്തി വാഴ്ത്തി പാടാം. പെസഹമൊരുക്കിയ ദൈവത്തെ വാഴ്ത്തിടാം, മണ്ണിലിറങ്ങിയ ദൈവത്തെ വാഴ്ത്തിടാം, രക്ഷയൊരുക്കിയ ദൈവത്തെ വാഴ്ത്തിടാം, വാഴ്ത്തി വാഴ്ത്തി പാടാം, വാഴ്ത്തി വാഴ്ത്തി പാടാം, വാഴ്ത്തി വാഴ്ത്തി പാടാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവർക്കും അവർക്കൊരു വലിയ അപ്ലോസ് കൊടുക്കണം. ഇത് പല ആഴ്ചകളിലെ പരിശ്രമമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, അതിന് നേതൃത്വം കൊടുക്കുന്ന ജി സച്ചനും ഞാൻ താല്പര്യത്തോടെ ഇടവക സമൂഹത്തിൻ്റെ പേരിൽ അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തുന്നു. അകലെ നിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ കാര്യം പോലെ നിങ്ങൾക്ക് തോന്നാം, എന്നാൽ അതിൻ്റെ ഓരോ ചെറിയ ചെറിയ പോയിന്റുകളും ശ്രദ്ധിച്ച് ഒരുങ്ങി ആണ് ഈ അന്ത്യ അത്താഴത്തിൻ്റെ രംഗവും ഈ ഡാൻസും ഒക്കെ ഇവിടെ വന്നത്. കുറവുകളുണ്ടാകാം, നിങ്ങളതൊക്കെ മനസ്സിലാക്കണം. നമ്മളൊരു ഇടവക സമൂഹമാണല്ലോ, ഒരു കുടുംബമാണല്ലോ. അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇനിയും അവരേറ്റെടുക്കുന്ന എല്ലാ പരിശ്രമങ്ങളും ദൈവകൃപയാൽ വലിയ വിജയമായി മാറട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.